പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 സ്റ്റാറ്റിസ്റ്റിക്സ് 4-ാം അധ്യായത്തിലെ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഫ്രീക്വൻസി ഡയഗ്രാംസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നാം ഡിസ്കഷൻ ആരംഭിക്കുന്നത്. വാട്ട് ആർ ദ ഫ്രീക്വൻസി കർവ്സ് ആൻഡ് ഹൗ വി ക്യാൻ ഡ്രോ എ ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി ഡയഗ്രാംസ് എന്താണ്, അവ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ലെറ്റ് us start our discussion. കഴിഞ്ഞ ക്ലാസ്സിൽ ജോമെട്രിക് ഡയഗ്രാംസിനെ കുറിച്ച് നാം വിശദമായി ചർച്ച നടത്തിയിരുന്നു. ബാർ ഡയഗ്രവും സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം എന്നിവയെ കുറിച്ച് നാം ചർച്ച നടത്തിയിരുന്നു. ഫ്രീക്വൻസി ഡയഗ്രത്തെ ഹിസ്റ്റോഗ്രാം എന്നും ഫ്രീക്വൻസി പോളിഗൺ എന്നും ഫ്രീക്വൻസി കർവ് എന്നും ഓജീവ്സ് എന്നും 4 ഡിഫറെന്റ് ടൈപ്സ് ആയി നാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എ ഫ്രീക്വൻസി ഡയഗ്രാം? എന്താണ് ഒരു ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. Frequency diagrams are the graphical representation of a frequency distribution. Organization of data എന്ന 3-ാം അധ്യായത്തിൽ നാം പഠിച്ചിരുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ ഫോർമാറ്റിനെ നാം ഗ്രാഫിലേക്ക് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഫോമിനെയാണ് നാം ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റു ചില പ്രത്യേകതകളും ഉണ്ടല്ലോ. എന്താണത്? ഫ്രീക്വൻസി ഡയഗ്രാംസ് ആർ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ കണ്ടിന്യൂസ് സീരീസ് ഓർ എ കണ്ടിന്യൂസ് വേരിയബിൾ. ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് വേരിയബിളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ മുമ്പ് വരച്ചിരുന്ന ഡയഗ്രാംസ് കണ്ടിന്യൂസ് സീരീസിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. അവ ഒരുപക്ഷെ ഇൻഡിവിജ്വൽ സീരീസ് ആവാം, ഡിസ്ക്രീറ്റ് സീരീസ് ആവാം. അറ്റ് എ ഗ്ലാൻസ് ഫ്രീക്വൻസി ഡയഗ്രാംസ് ഈ രൂപത്തിലാണ്. പരസ്പരം ചേർന്ന് നിൽക്കുന്ന ബാറുകളാണ്. അവ കണ്ടിന്യൂസ് സീരീസിനെ, കണ്ടിന്യൂസ് വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുന്നവയാണ്. They are continuous from beginning to end. തുടക്കം മുതൽ അവസാനം വരെ കണ്ടിന്യൂസ് ആയി ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നു. Then x axis represents class interval. x axisൽ നാം വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. x axis represents class interval. x axisൽ ക്ലാസ് ഇന്റർവെലിനെ റെപ്രസെന്റ് ചെയ്യുന്നു അഥവാ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. y axis represents frequency. y axisൽ നാം ഫ്രീക്വൻസിയെ അഥവാ മെഷർമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. Here the height and width of bars represent data. ഡാറ്റയുടെ ഹൈറ്റും അവയുടെ വിഡ്ത്തും ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നു. So these are 2-dimensional diagram. അതുകൊണ്ട് ഇവയെ നാം 2-dimensional ഡയഗ്രാം എന്ന് വിളിക്കുന്നു. ബാറുകളുടെ ഹൈറ്റും ബാറുകളുടെ വിഡ്ത്തും ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ഇവയെ നാം 2-dimensional ഡയഗ്രാം എന്നും വിളിക്കുന്നു. ദെൻ എങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി ഡയഗ്രാം വരയ്ക്കാമെന്ന് പരിശോധിക്കാം. ഫ്രീക്വൻസി ഡയഗ്രത്തിന്റെ ഒന്നാമത്തെ ടൈപ്പ് ഹിസ്റ്റോഗ്രാം. ഹൗ വി ഡ്രോ എ ഹിസ്റ്റോഗ്രാം? നാം മുമ്പ് ചെയ്തതുപോലെ ആദ്യമായി എക്സ് ആക്സിസ് വരയ്ക്കുന്നു, ശേഷം വൈ ആക്സിസ് വരയ്ക്കുന്നു. എക്സ് വൈ ആക്സിസ് നാം മാർക്ക് ചെയ്ത ശേഷം എക്സ് ആക്സിസിൽ നാം ക്ലാസ് ഇന്റർവൽ അഥവാ വേരിയബിൾസ് എന്ന് നാം മാർക്ക് ചെയ്യുന്നു. ശേഷം നമ്മുടെ ക്ലാസ് ഇന്റർവൽ ഫ്രം 0 to next എന്ന രൂപത്തിൽ നാം കൃത്യമായ അകലങ്ങളോടെ, കൃത്യമായ ഡിസ്റ്റൻസോടെ നാം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത് 0-ൽ നിന്നാണ്. 0 to 10, 10 to 20, 20 to 30, 40 to 50, 50 to 60, 60 to 70 എന്ന രൂപത്തിൽ നാം എക്സ് ആക്സിസിൽ
നമ്മുടെ ക്ലാസ് ഇന്റർവെലുകളെ മാർക്ക് ചെയ്തു. ദെൻ ഇനി നാം വൈ ആക്സിസിൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്യണം. ആസ് പെർ ദ സ്കെയിൽ ഓഫ് മെഷർമെന്റ് അനുസരിച്ച് നാം ഇവിടെ ഫ്രീക്വൻസിയെ ഈക്വൽ ഡിസ്റ്റൻസോടുകൂടി നാം മാർക്ക് ചെയ്യുന്നു. 0 to 5, 5 to 10 എന്ന രൂപത്തിൽ നാം ഇവിടെ സ്കെയിൽ ഓഫ് മെഷർമെന്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രീക്വൻസിയാണ് നാം വൈ ആക്സിസിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് റെപ്രസെന്റ് ക്ലാസ് ഇന്റർവൽ, that is 1 centimeter is equal to 10. Y axis represent scale of measurement, that is 1 centimeter is equal to 5, that represent ഫ്രീക്വൻസിയെ അത് റെപ്രസെന്റ് ചെയ്യുന്നു. 1 സെന്റിമീറ്റർ 5 എന്ന വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ഡാറ്റ നമുക്ക് പരിശോധിക്കാം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നു. മാർക്ക് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നതാണ് ഇവിടെ നമ്മുടെ ഡാറ്റ. 0 to 10 എന്ന ക്ലാസ്സിൽ ഫ്രീക്വൻസി 5 ആണ് നമ്മുടെ ഡാറ്റയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് 0 to 10 എന്ന ക്ലാസ്സിൽ നിന്നും നമുക്കൊരു ബാർ വരയ്ക്കാം. There is an erected bar which represents frequency 5. ഫ്രീക്വൻസി 5നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ നാം വരച്ചു. ദെൻ തൊട്ടടുത്ത ക്ലാസ് 10 to 20 എന്ന ക്ലാസ് ഫ്രീക്വൻസി 15 ആണ് ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനാൽ 10 to 20 എന്ന ക്ലാസ്സിൽ നിന്നും നാം 15നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ വരക്കുന്നു. തൊട്ടടുത്ത ക്ലാസ്സിൽ 20 to 30 ഫ്രീക്വൻസി 25നെ റെപ്രസെന്റ് ചെയ്യുന്നു. നാം 20 to 30ൽ നിന്നും 25നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ വരക്കും. വീണ്ടും നെക്സ്റ്റ് ക്ലാസ് 30 to 40ൽ 20 ആണ് ഫ്രീക്വൻസി. 20യെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ നാം വരക്കുന്നു. വീണ്ടും നമ്മുടെ അടുത്ത ക്ലാസ് 40 to 50 എന്ന ക്ലാസ്സിൽ 10 ആണ് ഫ്രീക്വൻസി. 40 to 50ൽ നിന്നും 10നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ നാം വരക്കുന്നു. വീണ്ടും ശ്രദ്ധിക്കേണ്ടത് 2 ഡയമെൻഷണൽ എന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് 50 to 70 ആണ്. അവിടെ ഫ്രീക്വൻസി 7 ആണ്. അതിനാൽ 50 to 70 എന്ന ക്ലാസ്സിൽ നിന്നും 7 ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹിസ്റ്റോഗ്രാം ഇവിടെ പൂർത്തിയാകുന്നു. അപ്പോൾ ഹിസ്റ്റോഗ്രാംസ് ആർ ദ എറക്റ്റഡ് ബാർ ഡയഗ്രാം adjacent to each other. ബാറുകൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഹിസ്റ്റോഗ്രാം എന്ന് നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എക്സ് ആക്സിസിൽ ക്ലാസ് ഇന്റർവെൽ അടിസ്ഥാനമാക്കി വൈ ആക്സിസിലെ ഫ്രീക്വൻസിയുടെ മെഷർ അടിസ്ഥാനമാക്കി ബാറുകൾ ചേർത്ത് വെച്ച് വരക്കുന്ന ഒരു ഫോം ഓഫ് പ്രസന്റേഷൻ ആണ് ഹിസ്റ്റോഗ്രാം എന്ന രൂപത്തിൽ നാം പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മോഡ് യൂസിങ് ദിസ് ഹിസ്റ്റോഗ്രാം. ഈ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മോഡ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് നിർണയിക്കാമെന്ന് നോക്കാം. ആദ്യമായി ഏറ്റവും ഉയരം കൂടിയ ബാറിന്റെ ഒരു കോർണറിൽ നിന്നും നെക്സ്റ്റ് ബാർ ടച്ച് ചെയ്യുന്നിടത്തേക്ക് നാം ഒരു നേർരേഖ വരക്കുന്നു. ദെൻ ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും നെക്സ്റ്റ് ബാർ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് വീണ്ടും ഒരു നേർരേഖ നാം വരക്കുന്നു. ഈ 2 നേർരേഖകളും പരസ്പരം ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും നാം എക്സ് ആക്സിസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വാല്യൂ, ദാറ്റ് വാല്യൂ ഈസ് നോൺ ആസ് മോഡ്. ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു മോഡ് വാല്യൂ. ഈ മൂല്യം നാം മാത്തമാറ്റിക്കലായി കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൽ മോഡ് വാല്യൂ നാം ഇവിടെ ഗ്രാഫിക്കലായി ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോഡ് എന്ന ആവറേജ് വാല്യൂവിനെ നമുക്ക് ഗ്രാഫിക്കലായി ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഹിസ്റ്റോഗ്രാമിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. Then now let us discuss the second form of frequency diagram, that is frequency polygon. എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി പോളിഗൺ നാം വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി പോളിഗണിന്റെ രൂപം എന്ന് നമുക്ക് നോക്കാം. ഡാറ്റകൾക്കനുസരിച്ച് നാം തയ്യാറാക്കുന്ന പോളിഗൺ ഷേപ്പ് ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഫ്രീക്വൻസി പോളിഗൺ. Then how we can draw a frequency polygon? Frequency polygon is a polygon connecting top midpoints of the histogram using straight line. നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ രണ്ട് രൂപത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി പോളിഗൺ തയ്യാറാക്കാം? Now let us discuss in detail. First of all, we draw x-axis and y-axis. Then we draw a histogram. x-axisലെ ക്ലാസും y-axisലെ ഫ്രീക്വൻസിയും അനുസരിച്ച് നാം ഒരു ഹിസ്റ്റോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഹിയർ y-axisലെ സ്കെയിൽ ഓഫ് മെഷർമെന്റ്, ഇവിടെ ഓരോ സെന്റിമീറ്ററുകളും 100 യൂണിറ്റ് ഡാറ്റകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി പോളിഗൺ മാർക്ക് ചെയ്യാം? ഓരോ ബാറുകളുടെയും ടോപ്പ് മിഡ് പോയിന്റ് നാം രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ ബാറിന്റെ ടോപ്പ് മിഡ് പോയിന്റ് നാം അടയാളപ്പെടുത്തുന്നു. മറ്റ് ബാറുകളുടെയും ടോപ്പ് മിഡ് പോയിന്റുകൾ നാം മാർക്ക് ചെയ്തു. ദെൻ കണക്ട് ടോപ്പ് മിഡ് പോയിന്റ്സ് ഓഫ് ഈച്ച് ബാർ യൂസിങ് എ സ്ട്രൈറ്റ് ലൈൻ. ഓരോ ബാറുകളുടെയും ടോപ്പ് മിഡ് പോയിന്റുകൾ നാം സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ശേഷം ലാസ്റ്റ് ബാറിന്റെ മിഡ് പോയിന്റിൽ നിന്നും നെക്സ്റ്റ് മിഡ് പോയിന്റിലേക്ക് നാം കണക്ട് ചെയ്യുന്നു. അതുപോലെ ഫസ്റ്റ് ബാറിന്റെ മിഡ് പോയിന്റിൽ നിന്നും നെക്സ്റ്റ് മിഡ് പോയിന്റിലേക്കും നാം കണക്ട് ചെയ്യുന്നു. ഈ രൂപത്തിൽ ലഭിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഫോമിനെ നാം ഫ്രീക്വൻസി പോളിഗൺ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നാം ആദ്യമായി ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നു. ഹിസ്റ്റോഗ്രാമിന്റെ ടോപ്പ് മിഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ടോപ്പ് മിഡ് പോയിന്റുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നാം ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നു. അവയെ നെക്സ്റ്റ് മിഡ് പോയിന്റുകളിലേക്ക് നാം കണക്ട് ചെയ്യുന്നു. ഈ രൂപത്തിൽ നാം ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് വരയ്ക്കാം. മറ്റൊരു രൂപത്തിലും കൂടി നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ തയ്യാറാക്കാം. അതായത് നാം തയ്യാറാക്കിയ ഡാറ്റയിൽ നിന്നും അഥവാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും then we calculate the midpoint. നാം മിഡ് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. യെസ്, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മിഡ് പോയിന്റ് ലഭിച്ചു. 0ഉം 10ഉം കൂടി കൂട്ടി 2 കൊണ്ട് ഹരിച്ചപ്പോൾ 5, 10 + 20 30, 2 കൊണ്ട് ഹരിച്ചപ്പോൾ 15, 20 + 30 50, 2 കൊണ്ട് ഹരിച്ചപ്പോൾ 25. ഈ രൂപത്തിൽ നാം മിഡ് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ മാർക്ക് ദ മിഡ് പോയിന്റ്സ് ഓൺ ദ ഗ്രാഫ്. ഗ്രാഫിൽ നാം മിഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ക്ലാസ് 0 to 10 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് 5നെ ബേസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി 5 നാം മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ക്ലാസ് 10 to 20 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് 15നെ ബേസ് ചെയ്തുകൊണ്ട് നാം 15ൽ നാം പോയിന്റ് മാർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ക്ലാസ് 20 to 30 എന്ന ക്ലാസ്സിനെ മിഡ് പോയിന്റ് 25നെ ബേസ് ചെയ്തുകൊണ്ട് നാം ഫ്രീക്വൻസി 25 മാർക്ക് ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ ക്ലാസിന്റെ മിഡ് പോയിന്റുകളും ഫ്രീക്വൻസിയും സെയിം ആയി വന്നിരിക്കുന്നു. 30 to 40 എന്ന ക്ലാസ്സിലെ 35 മിഡ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി 20 നാം മാർക്ക് ചെയ്തു. അതുപോലെ മറ്റ് ക്ലാസ്സുകളുടെയും മിഡ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നാം ഫ്രീക്വൻസി മാർക്ക് ചെയ്ത ശേഷം വി കണക്ട് ദീസ് പോയിന്റ്സ് വിത്ത് എ സ്ട്രൈറ്റ് ലൈൻ. ഈ പോയിന്റുകൾ നാം ഒരു നേർരേഖ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. വി ഗെറ്റ് ദ ഫ്രീക്വൻസി പോളിഗൺ
യൂസിങ് മിഡ് പോയിന്റ്സ്. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ ഹിസ്റ്റോഗ്രാം വരച്ച ശേഷം ബാറുകളുടെ ടോപ്പ് മിഡ് പോയിന്റിലൂടെ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരക്കാം. അല്ലാത്ത പക്ഷം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ മിഡ് പോയിന്റിനെ അടിസ്ഥാനമാക്കി ഫ്രീക്വൻസി മാർക്ക് ചെയ്ത് അവയെ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. Now let us discuss the third form of frequency diagram, that is frequency curve. Frequency curve എന്താണ്, അത് എങ്ങനെ വരക്കാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രൂപത്തിലുള്ള ഒരു കർവിനെയാണ്, ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷനെയാണ് നാം ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കുന്നത്. എ ഫ്രീക്വൻസി കർവ് ഈസ് എ സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് കണക്ടിങ് ദ ടോപ്പ് മിഡ് പോയിന്റ്സ് ഓഫ് ദ ഹിസ്റ്റോഗ്രാം. ഇവിടെയും നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹിസ്റ്റോഗ്രാമിന്റെ ടോപ്പ് മിഡ് പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവിനെ നമുക്ക് ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കാം. അതിനായി നാം ആദ്യമായി ഒരു ഹിസ്റ്റോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നു. അവയുടെ എക്സ് ആക്സിസുകൾ ക്ലാസ് ഇന്റർവൽ മാർക്ക് ചെയ്യുന്നു. വൈ ആക്സിസിൽ സ്കെയിൽ ഓഫ് മെഷർമെന്റിനനുസരിച്ച് കൊണ്ട് നാം ഫ്രീക്വൻസി മാർക്ക് ചെയ്യുന്നു. ദെൻ ശേഷം നാം ഹിസ്റ്റോഗ്രാമിന്റെ ടോപ്പ് മിഡ് പോയിന്റുകൾ നാം മാർക്ക് ചെയ്യുന്നു. ദെൻ വി കണക്ട് ദ ടോപ്പ് മിഡ് പോയിന്റ്സ് യൂസിങ് സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ്. ഈ ഹിസ്റ്റോഗ്രാമിന്റെ ടോപ്പ് മിഡ് പോയിന്റുകളെ ഒരു ഫ്രീ ഹാൻഡ് കർവ് കൊണ്ട് നാം ഇവയെ കണക്ട് ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള ഒരു പ്രസന്റേഷനെയാണ് നാം ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, ഫ്രീക്വൻസി കർവ് സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവാണ് എന്ന ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും നമുക്ക് വരക്കാം. തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും മിഡ് പോയിന്റ് കാണുന്നു. മിഡ് പോയിന്റുകൾ ഗ്രാഫിക്കൽ ഏരിയയിൽ നാം മാർക്ക് ചെയ്യുന്നു. ശേഷം ഒരു സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവിലൂടെ നാം ഈ പോയിന്റുകളെ കണക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ഫ്രീക്വൻസി കർവ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കർവ് ലഭിച്ചു. അപ്പോൾ ഇന്ന് ഇതുവരെ നാം ഡിസ്കസ് ചെയ്തത് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷനിലെ ഫ്രീക്വൻസി ഡയഗ്രാം എന്ന കാറ്റഗറിയിലെ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് എന്നീ 3 ഫോം ഓഫ് പ്രസന്റേഷൻ ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് നാം ഇന്ന് പരിചയപ്പെട്ടു. ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് എന്നീ 3 ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നാം ഇതുവരെ നടത്തിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓജീവ്സ് എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിനെയും ടൈം സീരീസ് ഗ്രാഫുമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.